ഒരു കിളി ഇരുകിളി മുക്കിളി വാക്കിളി ഓലത്തുമ്പത്താടാൻ വാ, ഓലത്തുമ്പത്താടിയിടുന്നൊരു നാടൻ പാട്ടും പാടാൻ വാ. പൊള്ളുന്ന വെയിലല്ലേ, വെയിലേറ്റു വാടല്ലേ, മണ്ണിത്തണലിരും നാട്ടേ. ഒരു കിളി ഇരുകിളി മുക്കിളി വാക്കിളി ഓലത്തുമ്പത്താടാൻ വാ, ഓലത്തുമ്പത്താടിയിടുന്നൊരു നാടൻ പാട്ടും പാടി വാ. ഹായ് മക്കളെ, അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോഴേ അമ്മ രാവിലെ ചായ ഇടുവാണ്. അതെ അമ്മ രാവിലെ ചായ ഇടുവാണ്. എല്ലാ മക്കളും രാവിലെ ചായ ഒക്കെ കുടിച്ചോ? അപ്പം അമ്മ ചായ ഇട്ടിട്ട് അതിന് നമ്മൾ ചായ കുടിക്കാം. നമ്മൾ ചായ ഇട്ട് നല്ലോണം നല്ല ചൂടുണ്ട് ചായ കേട്ടോ. ചായയൊക്കെ നമുക്ക് ഇങ്ങോട്ട് ആക്കി അവിടെ ചായ കേട്ടോ. എല്ലാ മക്കളും രാവിലെ ചായയൊക്കെ കുടിച്ചോ? അമ്മ ചായ കുടിക്കട്ടെ. അമ്മ ചായ കുടിച്ചു വേണം കേട്ടോ. ചായ കുടിക്കട്ടെ. എല്ലാവർക്കും ചായ കുടിച്ചോ? നല്ല ചൂടുണ്ട് ചായക്ക്. ചായ കുടിക്കട്ടെ. അപ്പോഴേ മോളെ അമ്മ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുവാണ്. ഇന്ന് അമ്മ ഉണ്ടാക്കുന്നത് ഏത്തക്കയാണ്. നെയ്ക്കകത്ത് ഏത്തക്ക വറുത്തത്. അതിന് പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് നെയ്യ് അരിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ നമുക്ക് ഇതാണ്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ? ചായ ഓരോന്ന് ഇട്ട് കൊടുക്കാം. എല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഉണ്ടാക്കിയല്ല. അമ്മ ഇന്ന് രാവിലെ ഇതാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്ത് കഴിക്കാൻ കേട്ടോ. പക്ഷെ ചെറിയ തീയിലിട്ട് നമ്മളത് എടുക്കണം. അപ്പോൾ അതവിടെ നിന്ന് കാണ്ടേ ചെറിയ തീയിൽ മൊരിയിട്ട് എന്നിട്ട് കാണിച്ചു തരാം. അപ്പോഴേ അമ്മയുടെ കാണ്ടേ രാവിലത്തെ ഭക്ഷണം നെയ്യിലേത്തൊക്കെ വറുത്തത് നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടാക്കാം. ഒരു പ്ലേറ്റിലോട്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര നമുക്ക് അതിൻ്റെ പുറത്തേക്കിടാം. കുറച്ച് പഞ്ചസാര മതി. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എന്താ ഇനി നമുക്ക് ഇത് കഴിച്ച് നോക്കാം. എല്ലാ മക്കളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ്. നല്ല രുചിയുണ്ട്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഞാനൊക്കെ ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പം കഴിക്കട്ടെ. മക്കളെ അമ്മയ്ക്ക് നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. ചൂര മീനാണ് കിട്ടിയിരിക്കുന്നത്. 2 ചെറിയ നെമ്മീൻ ചൂര മേടിച്ചിട്ടുണ്ട്. അമ്മ അത് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പയർ അമ്മ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പിടാം. ഉപ്പൊക്കെ ഇട്ട് വേവിച്ച പയറാണ് തോരന് വേണ്ടി. അപ്പം അമ്മ അരപ്പരച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് അരച്ചേക്കുന്ന അരപ്പെന്ന് പറയുന്നത് പിന്നെ തേങ്ങ, നമ്മൾ ഉണക്കക്കാന്താരി ചതച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് മാത്രമേ അമ്മ ചേർത്തിട്ടുള്ളൂ. അപ്പം നമുക്കിതിനകത്തോട്ട് ചേർക്കാം. പയറൊക്കെ വെന്ത് കിടക്കുകയാണ്. തോരനുള്ളത് അരപ്പ് ചേർക്കാം. ഒരു തുള്ളി വെള്ളം കൂടി നമ്മൾ മിക്സ് കഴുകി അതിനകത്ത് ചേർക്കണം. ഒരു തുള്ളി വെള്ളം. അതെ, തുള്ളി വെള്ളം നമ്മൾ ചേർക്കണം. ഈ പയർ നമുക്ക് അതെ ചെറുതായിട്ടൊന്ന് ആവി വരട്ടെ. ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊന്ന് ആവി വരട്ടെ. അപ്പം അമ്മ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കറിക്കുള്ളത്. അപ്പം അമ്മ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഒരു തുള്ളി എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ പയർ പ്രത്യേകം വെച്ചില്ലേ, അതിനും കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിക്കുകയാണ്. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് അടച്ച് വരുന്ന ആവി വരട്ടെ. അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളതിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളതിനകത്തോട്ട് കടുക്
ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഇത് രണ്ടും ചേർക്കുവാണ്. അത് രണ്ടും പൊട്ടി വരട്ടെ. അത് രണ്ടും പൊട്ടി വരുമ്പം നമുക്ക് അതിനകത്തോട്ട് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി അമ്മ ഇഞ്ചി, ചതച്ച ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി തോനെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂക്കട്ടെ. നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് അമ്മ ഇതിനകത്ത് ഇനി കൊച്ചുള്ളി ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ 3-4 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, ഇത്രയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ല ചുമക്കണം, നിങ്ങൾ നല്ലോണം മൂക്കണം. മൂത്തതിന് ശേഷം മാത്രമേ അമ്മ തക്കാളി ചേർക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ പയറൊക്കെ നല്ല ആവി വന്ന് അരപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലോണം ചെറിയതായിട്ട് കിണ്ടി നല്ല യോജിപ്പിച്ച് അരപ്പൊക്കെ യോജിപ്പിച്ച് അമ്മേനകത്ത് വെളിച്ചെണ്ണ ഇല്ലാച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ പയറ് തന്നെ, അടിപൊളി പയറ് തന്നെയാണ് കേട്ടോ. നല്ലോണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ പയറുവല നമുക്ക് ഓഫ് ചെയ്യുകയാണ്. പയറുവല കണ്ടിട്ടുണ്ട്, ഓഫ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണ്ടേ ചെറിയ മൂപ്പായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ആ പച്ചമുളക് കൂടെ ചേർത്തൊന്ന് വഴറ്റട്ടെ. നമ്മൾ ഇതിനകത്തോട്ട് ഇടാനായിട്ട് 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മല്ലിപ്പൊടി കുഞ്ഞ് ചേർക്കുന്നത്. നമുക്ക് ഇത്രയും മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ടാണ്ടേ മൂത്ത് വന്നു, ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇപ്പോൾ ഇടുന്നില്ലേ, ഞാൻ മുളക് പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് പച്ചമണം മുളക് പൊടിയുടെയും മല്ലിപ്പൊടി ഒരു കുഞ്ഞ് സ്പൂൺ, 1/4 ടീസ്പൂൺ ഇട്ടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും മണം മാറുന്നിടം വരെ എണ്ണ വളരെ കുറച്ച് ചേർക്കുന്നോടെ ചെറിയ തീയിലിട്ട് നമുക്ക് മൂപ്പിക്കാം. ചെറിയ തീയിലിട്ട് മൂത്തതിന് ശേഷം നമുക്ക് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒരു കുഞ്ഞ് തക്കാളി ഇല്ലേ എന്നെടുത്തത്, ആ കുഞ്ഞ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ആ കുഞ്ഞ് തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് തീ കൂട്ടിയിടാം. പുളി പിഴിഞ്ഞതാണതേ. അപ്പം അതിൽ നിന്നൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തീ കൂട്ടിയിടാം. തീ കൂട്ടിയിട്ടിട്ട് ഈ അരപ്പതാണ്ടേ ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു പുളിവെള്ളം ഒഴിക്കും. ഇച്ചിരി ഒന്ന് അരപ്പൊന്ന് മൂക്കട്ടെ. ഇത് മൂത്ത് വരുമ്പം നമുക്കിതിനകത്തുള്ള പെട്ടെന്ന് ഇതങ്ങ് വെള്ളം പറ്റിയിട്ട് ഈ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് അതിനകത്തങ്ങ് ചേരും. കണ്ട ഉടഞ്ഞ് ചേർന്ന് അങ്ങ് വെള്ളം പറ്റി വരുമ്പോൾ നമുക്കിതിനകത്തൊരു പുളിവെള്ളം ഒഴിക്കും. അപ്പം ഇതുവരെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇനി ഒരു ഇതൊന്ന് മൂത്തതിന് ശേഷം ഈ അരപ്പൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആ തക്കാളിയൊക്കെ കണ്ട എന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് പുളിവെള്ളം ചേർക്കാം. നമ്മൾ ഒരു കുഞ്ഞി ഇത്രയും പുളിയെ അമ്മ ചേർക്കും, പുളിയുടെ വെള്ളമേ അമ്മ ചേർക്കുന്നത്. തക്കാളി ഇടുന്നത് നല്ല ഭയങ്കര പുളിയായിരുന്നു, അതുകൊണ്ടാണ് ഒരു നുള്ളിടുന്നത്. അപ്പം ആ പുളിവെള്ളം ചേർക്കുവാണ്. കണ്ട ആ പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഉപ്പിടാം. നമുക്ക് ഉപ്പ് 1/2 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. കുഞ്ഞ് പരലുപ്പാണ്. അപ്പോൾ ആ കറി നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം. മീനൊക്കെ അമ്മ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട നല്ല കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് മീൻ എടുക്കാനകത്ത് പിന്നെ 2-3 വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകുമല്ലോ. കഴുകിടാണ്ടേ മീനൊക്കെ നല്ല കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് തിളക്കട്ടെ. അപ്പം ആ കറിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. കണ്ട മീൻ കറിയൊക്കെ നല്ല തിളച്ചു. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് മീനിടാം. ആദ്യം തലയിട്ട് 2 തലയുണ്ടായിരുന്നേ, തലയിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കഷ്ണങ്ങളിടാം. നല്ല
നല്ല മീനായിരുന്നു കൊണ്ടുവരുന്ന. കഷ്ണങ്ങളിട്ട് ഇനി നമുക്കിത് ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് ചാറിലോട്ട് ഗ്രേവിയിലോട്ട് മുങ്ങുന്ന രീതിയിലൊന്ന് താറ്റി കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഗ്രേവിയിലോട്ട് മുങ്ങി ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് അതൊന്ന് വേവട്ടെ. അതിന് ശേഷം കാണിക്കാം. അപ്പോഴേ നമ്മൾ ഇതുവരെ അമ്മ താണ്ട് കൊല്ലത്ത് പോയിട്ട് തണ്ണിമത്തങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകുതി മുറിച്ച് അമ്മ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. അമ്മ ജ്യൂസ് അടിക്കട്ടെ. ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മുടെ തണ്ണിമത്തങ്ങ താണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഇനി അമ്മ ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള തണ്ണിമത്തങ്ങയും കൂടി നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഈ തണ്ണിമത്തങ്ങ അമ്മ പഞ്ചസാര ഇട്ട് അടിക്കുന്നത്. നമ്മൾ ആദ്യം അടിച്ചത് പഞ്ചാര ഇല്ലാതാണ്. ഇത് നമ്മൾ പഞ്ചാര ഇട്ട് അടിക്കുന്നത്. അതെ, ഇത്രയും പഞ്ചാര വരുന്നുണ്ട്. അപ്പം നമുക്കത് അടിച്ചെടുക്കാം. നല്ല സെറ്റായിട്ടുണ്ട് കണ്ട. കറിയൊക്കെ വെന്ത് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കറിയുടെ തീ ഓഫ് ചെയ്യാം കണ്ട. അവിടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. തണ്ണിമത്തങ്ങ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ നമുക്കത് കുടിക്കാം. അമ്മ ഇത് കുടിച്ച് കാണിക്കട്ടെ. നല്ല രുചിയുണ്ട് മക്കളെ. അമ്മതാ ഇത് കണക്കുള്ള മിക്സഡ് നട്ട്സ്. നമ്മൾ പിന്നെ മേവ മിക്സ് എന്ന് പറയുന്ന ഈ നട്ട്സ് 2 ടിന്ന് എല്ലാം ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്, അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ ആപ്പിൾ കോട്ട്, പിന്നെ നമ്മളെ മത്തങ്ങയുടെ കുരു ഉണ്ടല്ലോ അത്, പിന്നെ ഈന്തപ്പഴം എല്ലാം ഉണ്ട്. ഇത് 250 ഗ്രാം 2 ബോട്ടിലിന് 258 രൂപയാണ് വില വന്നത്, സർവീസ് ചാർജ് ഉൾപ്പെടെ. അപ്പം അമ്മ ഇത് 2 ബോട്ടിൽ മേടിച്ചാൽ ഫ്ലിപ്കാർട്ടിൽ മെഗാ ഓഫറിന് കിട്ടിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അമ്മ തുറന്ന് കാണിക്കാം. കണ്ട ഇങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സാധനമാണ്, നല്ല നല്ല നട്ട്സാണ്. 258 രൂപയാണ് 250 ഗ്രാമിൻ്റെ 2 ബോട്ടിലിന് വില വന്നത്. 2 ബോട്ടിൽ. അപ്പം കണ്ട എല്ലാം ഉണ്ട്. ആപ്പിൾ, ബദാം, ആപ്പിൾ നട്ട്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് വാങ്ങണം എന്നുള്ളവർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. 500 ഗ്രാമിന് 258 രൂപ, 250 ഗ്രാമിന് 125 രൂപ. അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മയ്ക്ക് പെട്ടെന്ന് 2ാം കുട്ടി വരത്ത് പോകണമായിരുന്നു. പോയിട്ട് വരുന്ന വഴിക്ക് അമ്മ ഇച്ചിരി കപ്പ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കുറച്ചേ വാങ്ങിച്ചോളൂ, 2 കപ്പ. അപ്പോൾ അമ്മക്ക് പെട്ടെന്ന് ഈ കപ്പയുടെ കൂട്ടം വെച്ചിട്ട് ചൂരക്കറിയായിട്ട് കഴിക്കുക. അപ്പം അമ്മ ഇത് കൂട്ടാൻ നമുക്ക് കാണിക്കാം. മക്കളെ അമ്മ ഒരു 10-15 ദിവസത്തിന് മുമ്പ്, കഴിഞ്ഞ മാസം 15-ാം തീയതിയൊക്കെ ആയപ്പോൾ അമ്മ ട്രാവൻകൂർ ഗാർഡൻസ് ഇല്ലേ, അവിടുന്ന് 10 മണിച്ചെടികൾ 330 രൂപ 10 മണിച്ചെടികൾ 50 എണ്ണമായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് കൊറിയർ സർവീസിൽ അതും കൂടി വാങ്ങിക്കൊണ്ട് വന്ന് അപ്പം അമ്മ ഇത് പൊട്ടിച്ച് കാണിക്കാം. അതെ, പിന്നെ ഇത് കിളിക്കുമോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് വെച്ച് നോക്കാം. പാക്കിങ്ങൊന്നും അത്ര ഇതായിട്ടൊന്നും അല്ല അവർ ചെയ്തേക്കുന്നത്. എന്താ എല്ലാം വാടിത്തളർന്നണ്ട. 50 എണ്ണമാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിന് 360 രൂപയാണ് നമ്മൾ കൊടുത്തത്. ഇത് 10 മണിച്ചെടികൾ മാത്രമേ ഉള്ളൂ. ഇത് നമുക്കിത് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് അമ്മ പറയാം ഇത് കൊള്ളാമോ കൊള്ളത്തില്ലയോ
നഷ്ടമാണോ? എനിക്കിത് 330 രൂപയ്ക്ക് ഇത് നഷ്ടമായിട്ടാണ് തോന്നിയത്. സാധാരണ ഇപ്പം 100 പ്ലാന്റും അത്ര ഫുഷായ പ്ലാന്റൊന്നും അല്ല. അതാണ് എല്ലാം പോയ സൈസ് പ്ലാന്റാണ്. അപ്പം ഇനി ആ ട്രാവൻകൂർ ഗാർഡൻസിൽ നിന്ന് പ്ലാന്റ് മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കിയൊക്കെ മേടിച്ചാൽ മതി. കാരണം പ്ലാന്റൊന്നും അത്ര നല്ലതല്ല. കണ്ടോ, എല്ലാം ഒരു പരുവായ പ്ലാന്റുകളാണ്. അതെല്ലാം പൊടിഞ്ഞ് അത്ര നല്ല പ്ലാന്റ് അല്ല. അപ്പം അമ്മ ഇത് വെച്ചതിന് ശേഷം കിളിക്കുവാണെങ്കിൽ അമ്മ ഇത് കാണിച്ചു തരാം. ഓക്കെ. അമ്മ കപ്പ വാങ്ങിച്ചുകൊണ്ട് വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ അതിലോട്ട് വാരി ഇട്ട് കൊടുക്കാം. കപ്പ അതിലോട്ട് വാരി ഇട്ട് കൊടുക്കാം. നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് അമ്മ. പെട്ടെന്ന് വേവും. വേവുള്ള കപ്പയാണെന്നാണ് അയാൾ പറഞ്ഞത്. കുഴപ്പമില്ല. ആപ്പൻ്റെ എപ്പോൾ കപ്പ വെച്ചാലും നല്ല കപ്പയാണ് തരുന്നത്. അതുകൊണ്ട് വേവെന്ന് തോന്നുന്നു. അപ്പോഴേ കപ്പ അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴും അമ്മ രാവിലെ ഉണ്ടാക്കിയ നമ്മുടെ മധുരം സ്വീറ്റ് ഹൽവ, അപ്പം അമ്മക്കിത് ഈ പാത്രത്തിലോട്ട്, ആ പാത്രത്തിനകത്ത് ഇത് വെച്ച് അടച്ച് വെച്ചോണ്ട് അങ്ങനെ ആയതേ. അപ്പം അതിലോട്ട് നമുക്കിടാം. കണ്ടോ, നല്ല സ്വീറ്റ് ഹൽവ, നല്ല ടേസ്റ്റ്. നമുക്കിത് പിച്ചാത്തേക്ക് മുറിച്ച് കാണിക്കാം അമ്മ. പിച്ചാത്തേക്ക് മുറിക്കാം, സ്പൂണിന് മുറിക്കാം. നമുക്കിപ്പോൾ സ്പൂണിന് മുറിക്കാം. കണ്ടോ, മധുരമൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു പീസെടുത്ത് നമുക്ക് കഴിക്കാം. സ്പൂണിന് മുറിക്കാം. കണ്ടോ, വെളിയിലൊക്കെ പോയി എന്തിനാ വെറുതെ 200-300 രൂപ എടുത്ത് നമ്മൾ ഹലുവ വാങ്ങുന്നത്? നമുക്ക് സ്വീറ്റ് കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിലുണ്ടാകുന്ന നല്ല വൃത്തിയായിട്ട് കൂടി ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാകുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹൽവ. അപ്പോൾ അമ്മ ഇത് കഴിച്ച് കഴിക്കട്ടെ. നമുക്ക് പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ടോ, കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ. എല്ലാ മക്കളും ചെയ്തോളാം. മധുരം നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ തരിതരിപ്പൊക്കെ മാറി നല്ല കുറച്ചുകൂടെ നമുക്ക് വൃത്തിയായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരിപ്പൊടി തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കണം. അരിപ്പൊടി എന്നിട്ട് നാളെ രാവിലെ ആകുമ്പോൾ ആ മേളത്തിൽ മാത്രം അരിച്ചെടുക്കണം, താഴത്തെ കളയണം വെള്ളത്തുണിയിൽ. അത് അതിനകത്ത് നമുക്ക് കണക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയത്, അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് മധുരം കഴിക്കുന്നത് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായി കഴിക്കാം. അപ്പം എല്ലാ മക്കളും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളിയാണ്. അമ്മ ഉച്ചലത്തെ ഊണ് കാണിക്കുക. ചൂട് ചോറ്, നമ്മൾ രാവിലെ വെച്ച പയർ തോരൻ, പിന്നെ അമ്മ ഇപ്പം വാങ്ങിക്കൊണ്ട് വന്ന കപ്പക്കറി, നമ്മുടെ ചൂര. അപ്പം അമ്മ ചോറിട്ടെ, നമുക്ക് ചോറിടാം. ചോറ് നമുക്ക് കുറച്ചെടുത്താൽ മതി. നമുക്ക് കപ്പ എടുക്കാം. കപ്പ നല്ല സൂപ്പർ കപ്പയാട്ടോ. നിങ്ങൾ കൊല്ലത്ത് വരുന്നെങ്കിൽ ആ 2-ാം വീട്ടിലെ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ഈ കപ്പ വാങ്ങിക്കണം കേട്ടോ. നല്ല അടിപൊളി കപ്പയാട്ടോ. 20 രൂപയുള്ള അര കിലോയ്ക്ക്, 1 കിലോ 40 രൂപ. നമ്മൾ രാവിലെ വെച്ച് നല്ല സൂപ്പർ പയർ തോരൻ ഇച്ചിരി തോനെ എടുക്കുന്നു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പയർ ഇച്ചിരി തോനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മീൻകറി, അമ്മ തലയാണ് എടുക്കുന്നത്. തല അമ്മ കപ്പയുടെ പുറത്തോട്ട് ഒഴിച്ച്, പിന്നെ നമുക്ക് ഒരു വർഷം മീനും എടുക്കാം. മീനും എടുത്ത് ആ ചാറുണ്ടല്ലോ നമുക്ക് ഈ കപ്പയുടെ പുറത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച്, പൊന്നോ എന്താ രുചിയെന്നറിയാമോ? ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പം ചോറ്, ചൂരക്കറി, കപ്പ, പയർ വരെ. അപ്പം അമ്മ കഴിക്കട്ടെ. നമുക്ക് ആദ്യം കപ്പയും മീൻകറി ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല. കപ്പയും മീൻകറി സൂപ്പർ. നമുക്ക്
ആ കപ്പയും മീൻകറിയുടെയും കൂടെ കപ്പയും എടുത്ത് നല്ല മീൻകറി നല്ല കപ്പയും ആ ഗ്രേവി എടുത്ത് എന്നിട്ട് ഇച്ചിരി മീനും പിച്ചി പയർ തോരനും ഇട്ട് അങ്ങോട്ട് ഞെവിടാം. നിങ്ങളുടെ പൊന്നു മക്കളെ, മലയാളികളാണെങ്കിൽ കപ്പയും മീൻകറിയും കഴിക്കണം. അതിൻ്റെ അകത്തെ രുചി ഒരു മന്തിക്ക് കിട്ടത്തില്ല. കഴിക്കട്ടെ. അടിപൊളി അടിപൊളി എന്ന് പറയുമ്പോൾ അടിപൊളി. അപ്പോൾ എല്ലാ മക്കളും ഉച്ചയ്ക്ക് കൂടെ കഴിച്ചോ? അപ്പം അമ്മ ടേസ്റ്റോട് കൂടി സമാധാനിച്ച് ഇത് കഴിഞ്ഞിട്ടു. അമ്മ രാത്രി ചോറിനാൻ പോകുന്നത്. രാത്രി ചോറ് തന്നെയാണ്. അപ്പം ചോറിട്ടെ ചോറിടുവാണ്. കണ്ട ചോറ്. നമുക്കിനി ഇതിനകത്തോട്ട് കപ്പ ഇടാം. കപ്പ കണ്ട കപ്പ. പിന്നെ നമ്മുടെ ചൂരക്കറി. കപ്പയുടെ പുറത്ത് നമുക്ക് ചൂരക്കറി ഒഴിക്കാം. കണ്ട ചൂരക്കറി. അപ്പം എല്ലാ മക്കളും രാത്രി ആഹാരമൊക്കെ കഴിച്ചു നോക്കും. അപ്പോൾ അമ്മയുടെ രാത്രിത്തെ ആഹാരമാണ് ചോറ്, നമ്മുടെ കപ്പ, പിന്നെ ചൂരക്കറി. അപ്പം അമ്മ ചോറ് കഴിക്കട്ടെ. അപ്പം അമ്മ ഇന്ന് ചോറ് കഴിക്കട്ടെ. അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവരും അമ്മയുടെ വീഡിയോ കാണാൻ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.